ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ലിറ്റററി ഫോംസ് എന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് യൂണിറ്റ് 3 അതായത് ഫിക്ഷൻ ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന ലെസനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഭാഗം എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ ഡ്രാമയെ പറ്റിയും റൊമാൻറ്റിക് ഡ്രാമയെ പറ്റിയിട്ടുമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. The finest examples of the former type are furnished by the writings of the great French masters of the 17th and the 18th centuries, Corneille, Racine and Voltaire. അതായത് നിയോ ക്ലാസിക്കൽ ഡ്രാമയെ പറ്റിയിട്ടാണ് പറയുന്നത്. നിയോ ക്ലാസിക്കൽ ഫോമർ ടൈപ്പ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് നിയോ ക്ലാസിക്കൽ ഡ്രാമയിൽ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട നാടകകൃത്തുക്കളായിട്ടുള്ള 17ാം നൂറ്റാണ്ടിൽ 17th സെഞ്ച്വറിയിലെ പ്രധാനപ്പെട്ട നാടകകൃത്തുക്കളായിട്ടുള്ള കോർണീൽ, റെസിൻ, വോൾട്ടയർ ഇവർ മൂന്നുപേരുടെയും നാടകങ്ങളാണ് പ്രധാനമായിട്ടും നിയോ ക്ലാസിക്കൽ ഡ്രാമകളായിട്ട് കണക്കിൽപ്പെടുത്തുന്നത്. In the first place, neoclassical tragedy followed the classical model in the general nature of its subjects and in the way in which these subjects were treated. അതായത് നിയോ ക്ലാസിക്കൽ ട്രാജഡി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മഹാകാവ്യ രീതിയിലാണ് എഴുതിയിരുന്നത്. അതായത് ഇറ്റ് ഫോളോഡ് ക്ലാസിക്കൽ മെത്തേഡ്. ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മഹാകാവ്യത്തിൻ്റെ ഒരു മെത്തേഡാണ് അത് ഫോളോ ചെയ്തിരുന്നത്. Romantic tragedy is indeed commonly aristocratic in character. എന്നാൽ റൊമാൻറ്റിക് ട്രാജഡി എന്ന് പറയുന്നത്, അതായത് കാൽപ്പനിക ദുരന്ത നാടകം എന്ന് പറയുന്നത് അരിസ്റ്റോക്രാറ്റിക് രീതിയിലാണ് എഴുതിയിരുന്നത്. അതായത് അരിസ്റ്റോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ കുലീന കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റൊമാൻറ്റിക് ട്രാജഡികൾ എഴുതിയിരുന്നത്. അതായത് പ്രഭു കുടുംബങ്ങൾ, ഉന്നത ശ്രേണിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതമായിരുന്നു റൊമാൻറ്റിക് ട്രാജഡികളുടെ പശ്ചാത്തലം. ആസ് ഇറ്റ്സ് വെരി നെയിം ഇംപ്ലൈസ്, it too is generally concerned with matters remote from the interest of ordinary life and with the struggles and misfortunes of more or less illustrious people. അതായത് റൊമാൻറ്റിക് ട്രാജഡികൾ സാധാരണക്കാരെ പറ്റി എഴുതിയിട്ടുള്ളതല്ല, അത് ഉന്നത ശ്രേണിയിലുള്ള അരിസ്റ്റോക്രാറ്റിക് ഫാമിലി പശ്ചാത്തലത്തിലുള്ളതായിരുന്നു. But in its treatment of subjects, it repudiates entirely the neoclassical method. എന്നാൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്ജക്ട്സ്, അതിൻ്റെ ഒരു എഴുത്ത് രീതിയിൽ അത് നിയോ ക്ലാസിക്കൽ മെത്തേഡിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് വിട്ട് നമുക്കൊരു ചെറിയൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ക്ലാസിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം ഒന്ന് കേൾക്കുക. ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സോഫോക്ലിസ് എന്ന നാടകകൃത്ത് എഴുതിയ ഇഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന നാടകം, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ആൻറ്റിഗോൺ എന്ന് പറയുന്ന നാടകം. ഇത് രണ്ടും ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇനി റൊമാൻറ്റിക് ഡ്രാമയുടെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ്, സിംബലിൻ, ഇതൊക്കെ റൊമാൻറ്റിക് ഡ്രാമയ്ക്ക് ഉദാഹരണമാണ്. ഇനി നിയോ ക്ലാസിക്കൽ ഡ്രാമയുടെ ഉദാഹരണം കേൾക്കുക. 18ാം നൂറ്റാണ്ടിലെ 18th സെഞ്ച്വറിയിലെ കോർണീലിൻ്റെ മാലിറ്റ്. കോർണീൽ ഒരു ഫ്രഞ്ച് നാടകകൃത്താണ്. മാലിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയോ ക്ലാസിക്കൽ ഡ്രാമയാണ്. പിന്നെ മോളിയറിൻ്റെ ദ സ്കൂൾ ഓഫ് വൈഫ്സ്, അത് 1662 എഴുതപ്പെട്ട നാടകമാണ്. ഇതൊക്കെ നിയോ ക്ലാസിക്കൽ നാടകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ വീണ്ടും പോയിന്റിലേക്ക് വരികയാണ്. The fundamental principle of unity of tone in the neoclassical drama leads in the second place to an important result in the complete separation in it as in the ancient drama of tragedy and comedy. അതായത് നിയോ ക്ലാസിക്കൽ ഡ്രാമ പ്രധാനമായിട്ടും ട്രാജഡികളെന്നും കോമഡികളെന്നും രണ്ട് തരത്തിലുള്ള ഡ്രാമകളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. Whereas
The free use of tragedy and comedy in the same play is one of the most striking and familiar features in the work of romantic dramatists. എന്നാൽ കാൽപ്പനിക നാടകകൃത്തുക്കൾ തങ്ങളുടെ നാടകത്തിൽ ഈ രണ്ട് എലിമെൻറ്റും ഒരുപോലെ മിക്സ് ചെയ്താണ് എഴുതിയിരുന്നത്. അതായത് കോമഡിയും ട്രാജഡിയും മിക്സ് ചെയ്ത് ഒരേ നാടകത്തിൽ തന്നെ അവർ നിർമ്മിച്ചിരുന്നു. The third fundamental contrast between the two types of dramatic construction is to be found in their oppressed attitudes towards the unities of time, place and action. Neoclassicism adhered to these in tragedy, at least in theory. അതായത് ഇനി യൂണിറ്റ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിയോ ക്ലാസിക്കൽ ഡ്രാമയിലാണെങ്കിൽ ടൈമും പ്ലേസും, യൂണിറ്റി ഓഫ് ടൈമും പ്ലേസും കൃത്യമായിട്ട് ട്രാജഡികളിൽ, നിയോ ക്ലാസിക്കൽ ട്രാജഡികളിൽ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു. എന്നാൽ റൊമാൻറ്റിക് ഡ്രാമ ഇഗ്നോർഡ് ദ ഫസ്റ്റ് ടു വൈൽ ഇറ്റ് അഡോപ്റ്റഡ് ദ തേർഡ്. എന്നാൽ റൊമാൻറ്റിക് ഡ്രാമയാണെങ്കിലോ ടൈമും പ്ലേസും ഫോളോ ചെയ്തിരുന്നില്ല, മറിച്ച് ആക്ഷൻ മാത്രമാണ് ഫോളോ ചെയ്തിരുന്നത്. വൈൽ the neoclassical drama of narrative, the romantic on the contrary is essentially a drama of action. അതായത് അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ ഡ്രാമയാണെങ്കിൽ നറേറ്റീവ് മെത്തേഡാണ്, അതായത് പൂർണ്ണമായിട്ടും വിവരണ രീതിയിലാണ് എഴുതിയിരുന്നത്. എന്നാൽ റൊമാൻറ്റിക് ഡ്രാമ ആക്ഷൻ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ നിയോ ക്ലാസിക്കൽ ഡ്രാമയും റൊമാൻറ്റിക് ഡ്രാമയും തമ്മിലുള്ള പ്രധാനപ്പെട്ട 4 ഡിഫറൻസ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ ഡ്രാമ ക്ലാസിക്കൽ മോഡലിലാണ് എഴുതിയിരുന്നത്, എന്നാൽ റൊമാൻറ്റിക് ഡ്രാമ അരിസ്റ്റോക്രാറ്റിക് മോഡലിലാണ് എഴുതിയിരുന്നത്. ഇനി നിയോ ക്ലാസിക്കൽ ഡ്രാമയിൽ കൃത്യമായിട്ട് ട്രാജഡികളെന്നും കോമഡികളെന്നും വേർതിരിവുണ്ടായിരുന്നു. എന്നാൽ റൊമാൻറ്റിക് ഡ്രാമയിൽ ട്രാജഡിയും കോമഡിയും ഒരേ നാടകത്തിൽ തന്നെ മിക്സ് ചെയ്താണ് എഴുതിയിരുന്നത്. ഇനി നിയോ ക്ലാസിക്കൽ ഡ്രാമയിൽ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ് ട്രാജഡികളിൽ ഫോളോ ചെയ്തിരുന്നു. എന്നാൽ റൊമാൻറ്റിക് ഡ്രാമയിൽ ടൈം ആൻഡ് പ്ലേസ് ഫോളോ ചെയ്തിരുന്നില്ല, ആക്ഷൻ മാത്രമാണ് ഫോളോ ചെയ്തിരുന്നത്. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ ഡ്രാമ നറേറ്റീവ് ആയിരുന്നു, റൊമാൻറ്റിക് ഡ്രാമ ആക്ഷൻ ബേസ്ഡ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. In theory, the drama is entirely objective. The novel permits the continual intrusion of the personality of the writer. ഡ്രാമയാണെങ്കിൽ ഒബ്ജക്റ്റീവാണ്, അതായത് വസ്തുതാപരമാണ്. എന്നാൽ നോവലാണെങ്കിൽ പേഴ്സണലാണ്, അതായത് റൈറ്ററിൻ്റെ പേഴ്സണാലിറ്റി അതിനകത്ത് കൂടുതൽ കടന്നു വരുന്നുണ്ട്. അടുത്തത്, thus the novelist may interpret life both indirectly by its exhibition of it and directly by its comments upon it. The dramatist is supposedly limited to the former indirect method. അതായത് നോവലിസ്റ്റ് ആണെങ്കിൽ ജീവിതം ചിത്രീകരിക്കുമ്പോൾ അതിനകത്ത് തൻ്റെ സ്വന്തം കമൻസും സ്വന്തം പേഴ്സണാലിറ്റി ഉപയോഗിച്ച് ചിത്രീകരിക്കുമ്പോൾ ഡ്രമാറ്റിസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. The drama on the contrary may be regarded as an impersonal representation of life. അത് വ്യക്തിപരമല്ലാത്ത ഒരു റെപ്രസെൻറ്റേഷനാണ്. ഡ്രാമ ലൈഫിനെ ചിത്രീകരിക്കുന്നത് വ്യക്തിപരമല്ലാത്ത രീതിയിലാണ്. The drama is indeed the most completely objective form of literary art. അത് തികച്ചും വസ്തുതാപരമായിട്ടുള്ള ഒരു സാഹിത്യ ശാഖയാണ് ഡ്രാമ. The novel combines objective with the subjective. എന്നാൽ നോവലിലാണെങ്കിൽ വസ്തുതാപരവും എന്നാൽ സബ്ജക്റ്റീവ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള ആശയങ്ങളും കമ്പൈൻ ചെയ്തിട്ടാണ് നോവൽ എഴുതുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ ഇൻ ഡ്രാമ, അതായത് നാടകത്തിലെ കഥാപാത്രത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. It is carelessly assumed that characterization in a play is of minor importance, but characterization is a really fundamental and lasting element in the greatness of any dramatic work.
അതായത് കഥാപാത്രത്തിന് നാടകത്തിൽ വലിയ ഒരു പ്രാധാന്യം തന്നെയുണ്ട്. കഥയും കഥാപാത്രവും ചേർന്ന് പോയാൽ മാത്രമേ നാടകം വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. Unless the story, incident and situation in a drama are related to character, it will be unintellectual. പറഞ്ഞ പോയിന്റ് തന്നെയാണ്. കഥയും കഥാപാത്രവും ഒരുമിച്ച് പോയില്ലെങ്കിൽ അത് അൺഇൻ്റലക്ച്വൽ ആയിട്ട് മാറും, അല്ലെങ്കിൽ ബുദ്ധിപരമല്ലാതെയായി മാറും. They should indeed be another phase of the development of the character. If a mere story of a mere succession of incidents do not embody and display character and human nature, it would give something in a raw melodrama. അതായത് നാടകത്തിൽ യഥാർത്ഥ മനുഷ്യൻ്റെ ഒരു നേച്ചർ, ഹ്യൂമൻ നേച്ചർ പ്രതിഫലിച്ചില്ലെങ്കിൽ ആ ഒരു നാടകം വിജയത്തിലെത്തിക്കാൻ പറ്റില്ല. അടുത്ത പോയിന്റ്, ഇൻ ക്യാരക്ടറൈസേഷൻ എ ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് ഡ്രമാറ്റിക് ആർട്ട് ഇസ് ബ്രെവിറ്റി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റാണ്. ക്യാരക്ടറൈസേഷനിൽ, കഥാപാത്ര സൃഷ്ടിയിൽ ബ്രെവിറ്റി അല്ലെങ്കിൽ അത് ചുരുക്കി സംക്ഷിപ്തമായിട്ട് പറയാനുള്ള കഴിവ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. The dramatist has to deal with motive and character within a narrowly circumscribed area of comparatively few scenes, in which at the same time he has to be more or less concerned with the progress of his story. അതായത് നാടകകൃത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ചുരുങ്ങിയ സീനുകളിൽ, ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ നാടകകൃത്തിന് ക്യാരക്ടറൈസേഷൻ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഉദാഹരണം, മാക്ബത്ത് ഈസ് ഓഫൺ റെഫർഡ് ടു ആസ് a wonderful example of condensed treatment of action and the condensed treatment of character. ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന് പറയുന്ന നാടകം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. അതായത് ചുരുങ്ങിയ സീനുകളിൽ കാഴ്ചക്കാരന് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചുരുങ്ങിയ സീനുകൾക്കുള്ളിൽ ചിത്രീകരിക്കാൻ ഷേക്സ്പിയറിന് സാധിച്ചിട്ടുണ്ട്. Shakespeare has entered them with the reality and the mystery of life. In the first act, a marvelously complete exhibition of the potentialities of both of them for good and evil, Macbeth's physical courage, his prowess on the battlefield, the confidence of others in him, the evil already fermenting in his mind, his imaginative and superstitious temperament are depicted. അതായത് ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിനകത്ത് ചുരുങ്ങിയ സാഹചര്യത്തിൽ കഥയും കഥാപാത്രവും ചിത്രീകരിച്ചിരിക്കുന്നു. അതായത് ഒന്നാമത്തെ ആക്ടിനകത്ത് തന്നെ മാക്ബത്തിൻ്റെ കായികക്ഷമതയും മറ്റുള്ളവർക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസവും മാക്ബത്തിൻ്റെ മനസ്സിലെ ഈവിൾ പ്ലാനും പിന്നെ ലേഡി മാക്ബത്തിൻ്റെ മാനസിക നിലയും എല്ലാം ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ലേഡി മാക്ബത്ത്സ് സ്ട്രെങ്ത് ആൻഡ് മോറൽ കറേജ്, ഹെർ ഇൻഫ്ലുവൻസ് ഓവർ ഹെർ ഹസ്ബൻഡ്സ് more sensitive and less resolute nature are made clear in broad outline. അടുത്ത പോയിന്റ്, the more important condition of characterization in the drama than that of mere brevity is its necessary impersonality. The novelist can himself mingle freely with characters of his story, but the dramatist is compelled to stand apart. അതായത് നോവലിസ്റ്റിന്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണിത്, നോവലിസ്റ്റിന് സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. കഥാപാത്രങ്ങളുമായി ഇടപഴകാൻ നോവലിസ്റ്റിന് വഴികളുണ്ട്. പക്ഷെ നാടകകൃത്ത് മാറി നിന്ന് വേണം നാടകം നിർമ്മിക്കാൻ. അതായത് ഇമ്പേഴ്സണലായിട്ട് വേണം നാടകം നിർമ്മിക്കാൻ. The artistic imperfection of the novel, its wide range, its looseness of structure, its eminently personal quality give it an enormous superiority in the field of characterization. അതായത് the artistic imperfection of the novel, its wide range, its looseness of structure. നോവലിൽ എത്ര ലൂസായിട്ട് അതിൻ്റെ സ്ട്രക്ചർ കൊണ്ടുപോയാലും
ക്യാരക്ടറൈസേഷൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റും. കോൺസെൻട്രേഷൻ ഈസ് എ നെസസറി കണ്ടീഷൻ ഓഫ് ഡ്രമാറ്റിക് characterization. Every word of the dialogue must be made to tell. Each feature must be elaborated in strict relevancy to the whole, and all mere supererogatory talk must be avoided. അതായത് നാടകത്തിനകത്ത് ഡയലോഗ് സംഭാഷണം എഴുതുമ്പോൾ നാടകകൃത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആവശ്യമില്ലാത്ത ഓവറായിട്ടുള്ള ഒരു സംഭാഷണ രീതി എന്ന് പറയുന്നത് നാടകത്തിൻ്റെ ഭംഗിയെ നശിപ്പിച്ച് കളയുന്നതാണ്. The great creators of character in the drama sometimes seem to become absorbed in the development of character for its own sake, with the result of over characterization. ചില സമയത്തെല്ലാം നാടകകൃത്തുക്കൾ ഈ സംഭാഷണത്തിലൂടെ ക്യാരക്ടറിൻ്റെ മോട്ടീവും മനസ്സിലുള്ളതുമൊക്കെ വെളിവാക്കാനായിട്ട് വളരെ നീളത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ സമയത്ത് അത് ഓവർ ക്യാരക്ടറൈസേഷനായി പോകാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് ദ ക്യാരക്ടർ ഓഫ് ഹാംലെറ്റ് എക്സിബിറ്റ്സ് ദിസ് ടെൻഡൻസി. ഹാംലെറ്റ് നാടകം വായിച്ചിട്ടുള്ളവർക്കറിയാം, ഹാംലെറ്റ് തൻ്റെ മനസ്സിലുള്ളത് വെളിവാക്കാനായിട്ട് വളരെ നീളമുള്ള സംഭാഷണങ്ങളാണ് അല്ലെങ്കിൽ ഡയലോഗുകളാണ് ഹാംലെറ്റ് പറയുന്നത്. അത് ചിലപ്പോഴൊക്കെ നാടകത്തിന് ഭംഗിയെ ചുരുക്കിക്കളയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, we commonly overlook the significance of plot as a means of characterization. In a good play, plot really rests upon character. അതായത് ഒരു നല്ല നാടകത്തിലാണെങ്കിൽ കഥാപാത്രത്തിൽ ഊന്നിയുള്ളതായിരിക്കും കഥയുടെ ഇതിവൃത്തം. Through the very movement of the story, the larger intellectual and moral qualities of persons who take part in it are necessarily impressed upon us. The evolution of the story inevitably reveals their dispositions, motives and passions. അതായത് കഥ പുരോഗമിക്കുന്നതനുസരിച്ച് വേണം കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ കാഴ്ചക്കാർക്ക് വെളിവാകേണ്ടത്. പ്ലോട്ട് ക്യാൻ ഷോ നത്തിങ് മോർ ദാൻ മാൻ ഇൻ ആക്ഷൻ, thus disclosing such broad characteristics only. It is necessary that it should be bold in outlines and full of movement, that its critical situation should be well defined. അതായത് കഥയുടെ ഇതിവൃത്തം പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതായത് നാടകത്തിൻ്റെ ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഇതിവൃത്തം ചിത്രീകരിക്കുന്നത്. എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഡയലോഗിലൂടെയും സംഭാഷണത്തിലൂടെയും വേണം കാഴ്ചക്കാരനിലേക്ക് എത്തിക്കേണ്ടത്. അടുത്ത പോയിന്റ്, for all details of characterization and for the exhibitions of passions, motives, feelings in their growth, entanglements and conflicts, we must refer to the action itself, to the dialogue which accompanies it. അതായത് കഥയുടെ ഉദ്ദേശം, മോട്ടീവ്സ്, പിന്നെ പാഷൻസ് തീവ്ര വികാരങ്ങൾ, എൻറ്റാങ്കിൾമെൻറ്റ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് അതിൻ്റെ കോൺഫ്ലിക്റ്റുകൾ, ക്ലാഷുകൾ എല്ലാം തന്നെയും ആക്ഷനോടൊപ്പം ഡയലോഗ് വഴിയും വെളിവാക്കേണ്ടതായിട്ടുണ്ട്. This must be true where the plot concerns itself rather with the play of the forces behind action than in external events. അതായത് കാണികൾ കഥ മനസ്സിലാക്കുന്നതിന് ആക്ഷനിൽ നിന്നും ഡയലോഗിൽ നിന്നുമാണ്. ഡ്രാമയിൽ ഡയലോഗിന് വലിയ പ്രാധാന്യമുണ്ട്. Dialogue becomes an essential complement to action or even an integral part of it. The principal function of the dialogue is in direct connection with characterization. Even in the hands of the novelist, dialogue will often be used to fill the place and to do the work of analysis and commentary. In the drama, it is not simply an aid to analysis and commentary, it is a substitute for them. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, നോവലിൽ ഡയലോഗ് കമൻട്രിയുടെ ഫങ്ഷൻ ചിലപ്പോഴെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ
ഡ്രാമയിലാകട്ടെ ഡയലോഗ് കമൻട്രി ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ദ ഡ്രമാറ്റിക് ഡയലോഗ് should be recorded as a means of characterization under two heads: the utterances of a given person in his conversation with others and the remarks made about him by the other persons in the play. The utterances of any person in a play will furnish a continued running commentary upon his conduct and character. Much that a person tells us about himself may have to be told as it were unconsciously and by implication. അതായത് ഡ്രാമയിലെ ഡയലോഗിന് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രധാന കഥാപാത്രം പറയുന്നതും രണ്ടെന്ന് പറയുന്നത് മറ്റ് കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രത്തെ പറ്റി പറയുന്നതുമായിട്ടുള്ള സംഭാഷണങ്ങൾ. എന്നാൽ ചിലപ്പോൾ ചില കഥാപാത്രങ്ങളെ കൊണ്ട് ലക്ഷ്യങ്ങൾ വെളിവാക്കാൻ വേണ്ടി സംസാരിപ്പിക്കാറുണ്ട്. ചില നാടകങ്ങളിലൊക്കെ തന്നെയും ചില കഥാപാത്രങ്ങളെ കൊണ്ട് പ്രത്യേകമായി സംസാരിപ്പിക്കാറുണ്ട്. അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. But now and then it may be necessary that his aim, some character should at first throw us more or less completely off our guard as to his aims and motives and reveal these only gradually, or as is far more likely to happen in some sudden turn of the action, like Euphrasia in Beaumont and Fletcher's Philaster. അതായത് 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രണ്ട് വലിയ നാടകകൃത്തുക്കളാണ് ബ്യൂമോണ്ടും ഫ്ലെച്ചറും. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്താണ് നാടകങ്ങൾ എഴുതിയിരുന്നത്. അവരൊരുമിച്ച് എഴുതിയ ഒരു നാടകമാണ് ഫിലാസ്റ്റർ. ഈ ഫിലാസ്റ്റർ എന്ന് പറയുന്ന നാടകത്തിനകത്ത് യൂഫ്രേഷ്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം ഈ ഒരു ടെൻഡൻസിക്ക് ഉദാഹരണമാണ്. ഏത് ടെൻഡൻസിക്ക്? ഒരു കഥാപാത്രത്തെ കൊണ്ട് സ്പെഷ്യലായിട്ട് കുറേ സംസാരിപ്പിക്കുക എന്നുള്ളതിന് ഉദാഹരണമാണ്. ദ ഡയറക്റ്റ് സെൽഫ് പോർട്രയൽ through a person's own speech must always constitute the principal means of characterization by dialogue, and it may be greatly reinforced by what other people say about him either to his face. അതായത് ഡ്രാമയിൽ പ്രധാന കഥാപാത്രം സ്വന്തം സ്വഭാവം വെളിവാക്കുന്ന സംഭാഷണം നടത്തുന്നുണ്ട്. മറ്റ് കഥാപാത്രങ്ങളും പ്രധാന കഥാപാത്രത്തിൻ്റെ നിലപാട് വെളിവാക്കുന്ന സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ സംഭാഷണങ്ങൾ കഥയോടും കഥാപാത്രത്തോടും നീതി പുലർത്തുന്ന തരത്തിലുള്ളതായിരിക്കണം. അടുത്ത പോയിന്റ്, in considering this direct evidence, it is obvious that we must keep steadily in mind its essentially dramatic quality. Each utterance must therefore be tested by reference to the character of the particular speaker, his own situation and relation to the action, by sympathy and antipathy. ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഓരോ സംഭാഷണവും വളരെ ചെക്ക് ചെയ്ത് വേണം നാടകത്തിൽ ഉപയോഗിക്കാൻ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. The exception to this general statement that dialogue is the dramatist's only substitute for the direct analysis of the drama is the advice known as soliloquy. അതായത് ഡ്രാമയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോളിലോക്കി. സോളിലോക്കി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആത്മഗതം എന്നുള്ളതാണ്. സോളിലോക്കി ഉപയോഗിച്ച് ഡ്രാമയുടെ അന്തസത്ത നാടകകൃത്ത് കാണികൾക്ക് കാണിച്ചു തരുന്നു. അതിനോടൊപ്പം ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ മൈനർ സബ്ഡിവിഷൻ ഓഫ് ദ ടേം ഓഫ് ദ സെയിം ഫോം അസൈഡ്. സോളിലോക്കി പോലെ തന്നെ അതിൻ്റെ ഒരു സബ്ഡിവിഷനാണ് അസൈഡ്. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡ്രമാറ്റിക് മീൻസ് ഓഫ് ടേക്കിംഗ് us down into the hidden recess of a person's nature and of revealing those springs of conduct which ordinary dialogue provides with no adequate opportunity to disclose. അതായത് ഒരു സാധാരണ സംഭാഷണം കൊണ്ട് വെളിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള
കഥാപാത്രത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ കാഴ്ചക്കാർക്ക്, അതായത് നാടകം കാണാൻ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നാടകകൃത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ എസൈഡ് എന്ന് പറയുന്നത്. അതായത് സൈഡിൽ കൂടെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അതാണ് എസൈഡ്. നാടകങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ ഡയലോഗിൻ്റെയൊക്കെ താഴെ എസൈഡ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാകും. When a man in soliloquy reasons with and weighs all his designs, we ought not to imagine that this man either talks to us or to himself. He is only thinking aloud such a matter as were an inexcusable folly in him. The soliloquy is often more or less successfully disguised by being turned into a speech addressed to some listener who is brought forward for this purpose. അതായത് സോളിലോക്കിയുടെ ഉദ്ദേശത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോളിലോക്കി ഉപയോഗിച്ച്, അതായത് സോളിലോക്കി എന്ന് പറഞ്ഞാൽ കഥാപാത്രം ഉറക്കെ ചിന്തിക്കുന്നതാണ് സോളിലോക്കി. ഈ ഉറക്കെ ചിന്തിക്കുന്നത് വഴി കാഴ്ചക്കാർക്ക് എന്താണ് കഥ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വിദ്യയാണ് ഈ സോളിലോക്കി എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ദ നാച്ചുറൽ ഡിവിഷൻസ് ഓഫ് ഡ്രമാറ്റിക് പ്ലോട്ട്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു നാടകത്തിൻ്റെ ഇതിവൃത്തത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡിവിഷൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഡ്രമാറ്റിക് ലൈനിനെ പറ്റി. അതേ കാര്യം തന്നെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എവ്രി ഡ്രമാറ്റിക് സ്റ്റോറി arises out of some conflict, some clash of opposed individuals or passions or interest. In the most elementary and still the most popular type of story, such a conflict takes a purely personal form. അതായത് ഏതൊരു നാടകത്തിൻ്റെ ഇതിവൃത്തത്തിലാണെങ്കിലും ആദ്യം കുറേ ക്ലാഷുകൾ, കോൺഫ്ലിക്റ്റുകളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. The collision is between good and evil embodied respectively in the hero and in the villain of the piece. അതായത് കോൺഫ്ലിക്റ്റ്, അതായത് ക്ലാഷ് എന്ന് പറയുന്നത് ഹീറോയും വില്ലനും തമ്മിലായിരിക്കും. അല്ലെങ്കിൽ അതായത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ക്ലാഷാണ് ഏതൊരു കഥയുടെയും ഇതിവൃത്തത്തിൽ ഉള്ളത്. Some kind of conflict is the datum and the very backbone of a dramatic story. With the opening of this conflict, the real plot begins. അതായത് കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പലതിൽ നിന്നും ഉണ്ടാവുക എന്നാണ് അർത്ഥം. ഡേറ്റം എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഈ പലതരത്തിൽ ഈ തുടങ്ങി വരുന്ന ഈ ഒരു ക്ലാഷുകളിലൂടെ ആയിരിക്കും യഥാർത്ഥ കഥയുടെ ഇതിവൃത്തം സ്റ്റാർട്ടാവുന്നത്. വിത്ത് ഇറ്റ്സ് കൺക്ലൂഷൻ ദ റിയൽ പ്ലോട്ട് എൻഡ്സ്. ഈ ഒരു കോൺഫ്ലിക്റ്റുകൾ കൺക്ലൂഡ് ആവുന്നതോടുകൂടി ഈ ഒരു കഥ തീരുകയാണ് ചെയ്യുന്നത്. ദ കോംപ്ലിക്കേഷൻസ് ദാറ്റ് അറൈസ് ഫ്രം ദ ഇനിഷ്യൽ ക്ലാഷ് ഓഫ് opposed will continue to increase until a point is reached at which a decisive turn is taken in favor of one side or the other. അതായത് ഈ കഥയിൽ തുടങ്ങി വരുന്ന ഇനിഷ്യൽ ക്ലാഷ് എന്ന് പറയുന്നത് ഒരു ഡിസിസീവ് ടേൺ, അതായത് ഒരു പ്രധാന തീരുമാനം അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിൽ വന്നിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുകയും പിന്നെ ഒരു ഫോളിംഗ് ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ത്രൂ എവ്രി പ്ലോട്ട് ദ ഡ്രമാറ്റിക് ലൈൻ കുഡ് ബി ട്രേസ്ഡ്. ഏതൊരു കഥയിലും നമുക്ക് ഡ്രമാറ്റിക് ലൈൻ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. It begins with some initial incident or incidents. Exposition എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ പുറത്ത് വെളിവാക്കി കാണിക്കുന്നതിനെയാണ് എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സ്പോസിഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ കറക്റ്റായിട്ടുള്ള, അതായത് സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ടേം എന്താണെന്ന് പറഞ്ഞാൽ പ്രോട്ടാസിസ്, PROTASIS എന്നുള്ള വേർഡ്, പ്രോട്ടാസിസ് എന്ന് പറയുന്ന വേർഡാണ് എക്സ്പോസിഷന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ വിച്ച് ദ കോൺഫ്ലിക്റ്റ് ഒറിജിനേറ്റ്സ്. എക്സ്പോസിഷനോട് കൂടിയാണ് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
സെക്കൻഡറി ദ റൈസിങ് ആക്ഷൻ. അതിനുശേഷം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റൈസിങ് ആക്ഷൻ ആണ്. ഗ്രോത്ത് ഓർ കോംപ്ലിക്കേഷൻ. റൈസിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡ്രമാറ്റിക് ലൈൻ നേരെ മുകളിലേക്ക് പോകുന്നതാണ് റൈസിങ് ആക്ഷൻ. ഈ ഒരു റൈസിങ് ആക്ഷനെ ഗ്രോത്ത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവത്തിന് ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് എപ്പിറ്റാക്സിസ് എന്നാണ്. സ്പെല്ലിംഗ് EPITACSIS. എപ്പിറ്റാക്സിസ് എന്ന് പറയുന്നതാണ് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് റൈസിങ് ആക്ഷൻ പറയുന്ന വേർഡ്. Comprising the part of the play in which the conflict continues to increase in intensity while the outcome remains uncertain. അതായത് ഈ കോംപ്ലിക്കേഷൻ്റെ സമയത്ത് എന്തായി തീരും അല്ലെങ്കിൽ ഔട്ട്കം അനിശ്ചിതാവസ്ഥയിലായിരിക്കും, അൺസർട്ടൺ ആയിരിക്കും. തേർഡ്ലി ദ ക്ലൈമാക്സ്, ക്രൈസിസ് ഓർ ടേണിംഗ് പോയിന്റ്. മൂന്നാമതുള്ളത് ക്ലൈമാക്സ് അല്ലെങ്കിൽ ക്രൈസിസ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ആണ്. ഈ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഇതിന് ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് പെരിപ്പെറ്റിയ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്പെല്ലിങ് PERIPETEIA, പെരിപ്പെറ്റിയ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ടേം. At which one of the contending forces obtains a controlling power. ഇവിടെ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ശക്തി ഒരു കൺട്രോളിംഗ് പവർ അറ്റൈൻ ചെയ്യുന്നു. ഫോർത്ത്ലി ദ ഫോളിംഗ് ആക്ഷൻ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോളിംഗ് ആക്ഷൻ ആണ്. ടേണിംഗ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോളിംഗ് ആക്ഷൻ ആണ്. റിസൊല്യൂഷൻ ഓർ ഡെയ്നുമാൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫോളിംഗ് ആക്ഷനിൽ വരുന്നതാണ് റിസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു തീർപ്പിലെത്തുന്നത്. അതിന് പറയുന്ന വേർഡ് ഡെയ്നുമാൻ എന്നായിരുന്നു. അപ്പോൾ ഇതിന് ഉള്ള ഒരു ശാസ്ത്രീയ വേർഡ് കെറ്റാബേസിസ് എന്നാണ്. അതിൻ്റെ സ്പെല്ലിംഗ് CATABASIS. Comprising the part of the play in which the stages in the movements of events towards this success are marked out. Fifthly, the conclusion or catastrophe. അത് അഞ്ചാമത്തെ പോയിന്റ്, ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കൺക്ലൂഷൻ ആണ് അല്ലെങ്കിൽ കറ്റാസ്ട്രഫി ആണ്. ഇൻ വിച്ച് ദ കോൺഫ്ലിക്റ്റ് ഇസ് ബ്രോട്ട് ടു ആൻ എൻഡ്. അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം ഒരു പരിസമാപ്തിയിലെത്തുന്നു. ഒന്നും കൂടി പറയാം. തുടക്കത്തിൽ ഒന്നാമത്തേത് എക്സ്പോസിഷൻ, അതിനെ പ്രോട്ടാസിസ് എന്ന് പറയുന്നു. രണ്ടാമത്തത് ഗ്രോത്ത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ, അതിനെ എപ്പിറ്റാക്സിസ് എന്ന് പറയുന്നു. മൂന്നാമത്തേത് ക്ലൈമാക്സ്, അതിനെ പെരിപ്പെറ്റിയ എന്ന് പറയുന്നു. നാലാമത്തേത് ഡെയ്നുമാൻ അല്ലെങ്കിൽ ഒരു തീർപ്പിൽ കൊണ്ടുവരിക, അതിന് കെറ്റാബേസിസ് എന്ന് പറയുന്നു. അഞ്ചാമത്തേത് കൺക്ലൂഷൻ, അതിനെ കറ്റാസ്ട്രഫി എന്ന് പറയുന്നു. ഇനി അടുത്ത ഭാഗം നമുക്ക്